ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി അലക്സാണ്ടർ. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു സിസ്റ്റത്തേൽ, അതായത് സോണിയുടെ വൈഫൈ സിസ്റ്റത്തേൽ ഒരു ആംപ്ലിഫയർ ഇതിൻ്റെ പോയതാണ്, ഇതിൻ്റെ എസ്റ്റിക്ക പോയതാണ്, ഇതിൻ്റെ ബോർഡ് പോയതാണ്, എല്ലാ സംഭവങ്ങളും പോയത്. ഇതിനകത്ത് നമ്മൾ പവർ സപ്ലൈ മാത്രമേ എടുക്കുന്നുള്ളൂ. പവർ സപ്ലൈ മാത്രം എടുത്ത് ഈ ബോക്സിനകത്ത് ചെയ്യുമ്പോൾ ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഡാൻസിങ് ലൈറ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാൻസിങ് ലൈറ്റൊക്കെ ഇതേ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് 100+100 വാട്ട്സ്, ഏതാണ്ട് PMBO 2200 വാട്ട്സ് എന്ന് എഴുതിയിരിക്കുന്ന 100+100 വാട്ട്സ് എന്ന് പറഞ്ഞാൽ RMS ആണ്. PMBO 2200 അപ്പോൾ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് 4 കോയിലുള്ള ബോർഡാണ്. ഒരു കോയിലാണെങ്കിൽ 50 വാട്ട്സ്, 2 കോയിലാണ് 100 വാട്ട്സ്, 4 കോയിൽ വരുമ്പോൾ 200 വാട്ട്സായി. ഇതുകൊണ്ട് ഇത് 2 കോയിൽ, ഇത് 100 വാട്ട്സിൻ്റെ ഒരു മോണോ ബോർഡാണ്. ഇത് ഒറ്റ മോണോ ബോർഡാണ്. ഇത് 100 വാട്ട്സ് ഉണ്ട്. പിന്നെ ഈ കോയിലിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കണം. കോയിൽ കൂടുതലുള്ളപ്പോൾ ഇത് വലുതായിരിക്കും, അതനുസരിച്ച് അതിൻ്റെ പവർ കൂടും. പിന്നെ കപ്പാസിറ്റർ നോക്കണം. 6 കപ്പാസിറ്റർ വരുന്നുണ്ട്. അതായത് ഒരു ചാനലിന് 6 കപ്പാസിറ്റർ ഇത് വെച്ചിട്ടുണ്ട്. ഇത് 6 കപ്പാസിറ്റർ ഇതിനും അവിടെ വരുന്നുണ്ട്. ഇത് പാരൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീരിയോ ബോർഡായിട്ട് ഇത് ചെയ്തിരിക്കുന്നെങ്കിൽ ഇത് മോണോ ബോർഡായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്റ്റീരിയോ ബോർഡാണ് വേണ്ടത്. ഇപ്പം നമുക്ക് ഈ സെറ്റേൽ ഈ സെറ്റിൻ്റെ ഒരു 2 സപ്ലൈ ഉണ്ട്. 12 വോൾട്ട് ഒരു സപ്ലൈ ഉണ്ട്. 12 വോൾട്ട്, അതായത് ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബോർഡ് 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ വർക്കാവും. ഈ സെറ്റേൽ ഇതുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് സപ്ലൈ ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് സപ്ലൈ. ഇത് നമുക്ക് ചൂടാക്കി വിട്ടാൽ 12 വോൾട്ട് സപ്ലൈ. ഈ 12 വോൾട്ട് സപ്ലൈ വെച്ച് ഈ ആംപ്ലിഫയറും വർക്കാവും, ഈ LED വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഈ LED വർക്കിംഗ് ഒന്ന് ആദ്യം നോക്കാം. നമുക്കിതൊന്ന് കുത്തി നോക്കാം. 12 വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇതാണ്ട് LED നല്ല ക്വാളിറ്റിയാണ്, കാണാമെങ്കിൽ നോക്കൂ. ഇതെൻ്റെ ഇൻപുട്ട്, ഒരു ഇൻപുട്ടാണ്. ഇത് കണ്ടോ, പച്ച, മഞ്ഞ, ചുമല, നല്ല ഇതുണ്ട്. ഇതൊന്ന് എർത്താണ് അതിൻ്റെ ഇൻപുട്ട്. അതുകൊണ്ട് ഇത്ര ഇൻപുട്ടുകളുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഉണ്ടല്ലോ, 2 ഇൻപുട്ടോടെ ഒന്നിച്ച് പിടിച്ചു കഴിഞ്ഞാൽ 2 ലൈനും കൂടെ കത്തും. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പാട്ടിനനുസരിച്ച് കുത്തും. പച്ച, ഓറഞ്ച്, റെഡിലേക്ക് വരും. ഓക്കെ, ഇത് നമുക്ക് പോട്ടെ. ഇനി നമുക്ക് ആ LED ലൈറ്റിൻ്റെ കേസ് നമുക്ക് വിടാം. LED ലൈറ്റ്സ് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കത്തിക്കാം. അതിന് മുമ്പുള്ളത് അത്യാവശ്യം നമുക്ക് ഈ ആംപ്ലിഫയർ സപ്ലൈ കൊടുത്ത് DC ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. DC ഇൻപുട്ട് കൊടുക്കുക. അതുകൊണ്ട് പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്. സ്ക്രൂ ചെയ്യുന്ന രീതി ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് അകത്ത് കയറാം. അത് നീളത്തി. അപ്പോൾ പോസിറ്റീവ് ഇവിടെ കയറ്റിയതിന് ശേഷം അത് നല്ലപോലെ സ്ക്രൂ ചെയ്യുന്നു. അതിന് ശേഷം നെഗറ്റീവ് കയറ്റണം. ഇത് പോരുന്നുണ്ട്. വേറൊരു സ്കൂട്ടർ ഇറങ്ങിയത്തെ ഇച്ചിരി വലിയൊരു സ്കൂട്ടർ. പോസിറ്റീവും നെഗറ്റീവും ഇത് ചെയ്തു. നമ്മുടെ ഡാൻസിങ് ലൈറ്റിനും നമ്മൾ ഇത് 3 വയറുണ്ടെങ്കിൽ ഒന്ന് ഇൻപുട്ട്, ഒന്ന് എർത്തുമാണ്. പിന്നെ ഇതിൻ്റെ രീതികൾ മാറ്റാൻ ഇവിടെ പുറകിലൊരു സ്വിച്ചുണ്ട്. ഈ സ്വിച്ച് അനുസരിച്ച് നമുക്കിതിൻ്റെ ഡാൻസിങ് രീതികൾ മാറ്റാം. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ സെറ്റ് നമ്മൾ എടുത്തു. എൻ്റെ മൊബൈൽ ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ബ്ലൂടൂത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് എടുത്ത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുക. ഏതാണ്ട് ഇതിൻ്റെ ബ്ലൂടൂത്തിൽ ഓണായി നിൽപ്പുണ്ട്. ഇത് ലൈനിന് കൊടുക്കണേ, ഇവിടെ കുത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു പാട്ടെടുക്കാം. നമുക്ക് യൂട്യൂബ് സോണി ന്യൂ ടിപ്സ് നമ്മുടെ ചാനലാണേലും മതി. അതിനകത്ത് വീഡിയോസ്, ചൂടായാൽ
ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ പല Why Apple doesn't want you to know this app? I can't take photos anymore. Your storage is full. You didn't download Cleaner? I don't want to pay for subscriptions. It's a free app. Open this. One, get rid of duplicate. ചൂടായാൽ ഉരിയലാത്ത പൊട്ടുകയലാത്ത സ്ലീവ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഷൈനി എന്ന BSc നേഴ്സും അവളുടെ 2 പെൺകുട്ടികളും. ചൂടായാൽ ഉരിയലാത്ത പൊട്ടുകയലാത്ത സ്ലീവ് നമ്മൾ ബാറ്ററിയുടെ നടുപ്പത്തെ ഗ്രൗണ്ട് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ടിൽ ഇത് നേരിട്ട് കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. എത്ര സിഗ്നൽ വന്നാലും അത് ഓട്ടോമാറ്റിക്കലി ആ സിഗ്നൽ അനുസരിച്ച് എടുക്കുന്ന വേറൊരു രീതിയാണ്. അപ്പോൾ പോസിറ്റീവിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കാം. നെഗറ്റീവ് ഓൾറെഡി ഒരു സപ്ലൈ തന്നെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് അവിടെ വന്നോളും, പിന്നെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് കൊടുത്തു, സ്പീക്കറിൻ്റെ ഔട്ടിലാണേ. സെൻറ്റർ വിട്ടു, നെഗറ്റീവ് നമുക്ക് ആവശ്യമില്ല. വീണ്ടും ഇതിൻ്റെ അടുത്ത പോസിറ്റീവ് നോക്കുക, ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഇപ്പുറത്തെയാണ്. പോസിറ്റീവിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതും കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പം നമുക്ക് അതിൻ്റെ വർക്കിംഗ് ആകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ശരിക്കും ഈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ സപ്ലൈ നമ്മൾ TV ഇതെടുക്കുന്നു, ഇത് സെറ്റായി വെക്കുമ്പോൾ ആ സെറ്റും സ്പീക്കറും എല്ലാം കൂടി ഇരിക്കുമ്പോൾ പഴയ സെറ്റുകൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഭംഗിയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ലൂസായ റെഡ് കത്തിക്കഴിഞ്ഞ് ബ്ലൂടൂത്ത് വരും. ബ്ലൂടൂത്ത് വന്നു കഴിയുമ്പോൾ റെഡ് കത്തിട്ട് ബ്ലൂടൂത്ത് അത് തമ്മിൽ ലിങ്കിങ് ആവും. कितने रंग आते जाते हैं आपके दो रुखसारों पर
ഇങ്ങനെ ആവും. ഇതിന്റെ ഡിസ്പ്ലേയുടെ പരിപാടി നോക്കും. ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും. ആ ലൈറ്റ് ഓഫ് ചെയ്താൽ കാണാൻ പറ്റും. ലൈറ്റ് കാണത്തില്ലേ? ഈ ലൈറ്റോടെ ഓഫ് ചെയ്യും. സ്വിച്ചാ. ഇതല്ലേ ഏറ്റവും നല്ല നോക്കി. കേട്ടോ, ഇതല്ലേ അവിടെ നിന്നിട്ട് പതുക്കെ ഇറങ്ങി വരുന്നത്. ഇതല്ലേ സ്റ്റൈല്? അതോ പണ്ടത്തെ പോലെ തന്നെ ചുമ്മാ ഓടുന്നതാണോ? അല്ല, ഇതാ പണ്ടത്തെ. ഇതല്ലേ ഏറ്റവും നല്ല? ഇതല്ലേ ഏറ്റവും നല്ല? നിർത്തിക്കും. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ അതിൻ്റെ സപ്ലൈ വെച്ച് തന്നെ ഒരു ഡാൻസിങ് ലൈറ്റും 100+100 ആംപ്ലിഫയറും വെച്ചു. ഇതിനൊട്ടും ചൂടില്ല. ഇത്രയും നേരം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒട്ടും ചൂടില്ല. 24 വോൾട്ട് വരെ കൊടുക്കാം. നമ്മൾ 12 വോൾട്ടേ കൊടുത്തിട്ടുള്ളൂ. 12 വോൾട്ട് 5 ആമ്പർ കൊടുത്തിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആണ്. സ്പീക്കർ ഇതാണ്. ഇതിനി സെറ്റ് ഇതിനകത്ത് ആക്കണം. ഈ സാധനം ഇതിനകത്ത് ആക്കണം. അതാക്കുന്ന വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തത്, ഇതിപ്പോൾ നമുക്ക് പഴയ സെറ്റുകളൊക്കെ പോയത് ഇരിപ്പുണ്ടെങ്കിൽ, ആ സ്പീക്കേഴ്സ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിനകത്ത് തന്നെ ഇത് ഫിക്സ് ചെയ്ത് വളരെ ചെറിയ വിലയ്ക്ക് തന്നെ നമുക്കിത് ഫിക്സ് ചെയ്ത് വീട്ടിൽ ഉപയോഗിക്കാം. ആർക്കെങ്കിലും ഇത് ഫിക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം. നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും നമ്മളിത് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം ഇതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ കണ്ടല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങൾ കാണാം.